ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടാറില്ലേ? നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോകാതിരിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടാറില്ലേ? ഞാനും നിങ്ങളും നമുക്ക് ചുറ്റുമുള്ളവരും മനുഷ്യരായി പിറന്ന എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യും. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഒരു പ്രശ്നത്തെ നേരിട്ടിട്ട് ആ പ്രശ്നത്തെ തരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് പ്രയാസം തോന്നാറില്ല എന്നതാണ് വാസ്തവം. പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ പ്രയാസം നമുക്ക് തോന്നും. നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒളിച്ചോടാൻ പ്രഗത്ഭരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ പ്രയാസം തോന്നാറുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവാറും ഇല്ല എന്നായിരിക്കും ഉത്തരം. കാരണം നമ്മൾ അതിനെ നേരിടാൻ നമുക്കതിനനുസരിച്ച് ശക്തി ആർജിച്ചിട്ടുണ്ടാകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നമ്മളെ കീഴടക്കും. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്: ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. അടുത്ത വാക്യം പറയുന്നത്, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, നിരാശകൾ, പ്രതീക്ഷകൾ നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും വരാതിരിക്കുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തോടൊന്ന് അടുത്ത് എന്ന് എന്നെ ഒന്ന് ശോധന ചെയ്യണം, എൻ്റെ ഹൃദയത്തെ അറിയണം, എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നൊക്കെ ദൈവം അറിയട്ടെ. എന്തെങ്കിലും വ്യസനത്തിനുള്ള മാർഗം എൻ്റെ ഉള്ളിലുണ്ടോ എന്നൊക്കെ ദൈവം അറിയട്ടെ. ദൈവം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ അറിയുന്നുവെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. ഒരിക്കലെങ്കിലും വീഡിയോ ഗെയിം കളിച്ചിട്ടില്ലാത്തവരല്ല, അല്ലെങ്കിൽ അറിയാത്തവരല്ല നമ്മൾ ഓരോരുത്തരും. അതിലൊരു ലെവൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും. അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പിന്നീട് അടുത്ത ലെവൽ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് അടുത്ത ലെവൽ അതങ്ങനെ ബുദ്ധിമുട്ടായി നമുക്ക് തോന്നും. എങ്കിലും നമ്മൾ ഓരോ ലെവലും ചാടിക്കടന്ന് പുതിയ ലെവലിലേക്ക് നമ്മൾ കളിച്ചുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയാണ് ഓരോ ലെവലും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രതീക്ഷയ്ക്ക് വിപരീതമായി ബുദ്ധിമുട്ടുള്ളതാക്കി തീർക്കുന്നതാണ് ഓരോ ലെവലും. എന്തിനാണ് ഇങ്ങനെ ഓരോ ലെവലും ബുദ്ധിമുട്ടാക്കി തീർക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ വീഡിയോ ഗെയിം കൂടുതൽ ആസ്വാദ്യകരമാകാൻ വേണ്ടിയാണ്. അപ്പോൾ വീഡിയോയിൽ ആസ്വാദ്യകരമാകുവാൻ വേണ്ടി ഗെയിം ബുദ്ധിമുട്ടുള്ളത് ആക്കുന്നത് പോലെ, അപ്പം നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. സകലതും അറിയുന്ന, നടത്താൻ കഴിയുന്ന, നടത്താമെന്ന് പറഞ്ഞ, അന്ത്യം വരെ നടത്താമെന്ന് പറഞ്ഞ, ശാശ്വത മാർഗത്തിൽ നമ്മളെ നടത്താൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ തരുമ്പോൾ ഇത് നമ്മൾക്ക് ജയിക്കാൻ കഴിയും, അടുത്ത ലെവലിലേക്ക് പോകാൻ കഴിയും,
അങ്ങനെ ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ് ഈ ഭൂമിയിൽ ആസ്വദിച്ച് ജീവിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ലെവലിലും കർത്താവ് നമ്മളെ നടത്തുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പകലിൽ തന്നിരിക്കുന്ന ജീവിതം ആസ്വദിച്ചുകൊണ്ട്, ദൈവത്തിൽ രസിച്ചുകൊണ്ട്, ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവഹിതത്തിനായിട്ട് ജീവിക്കുവാൻ, ആ ഒരു സന്തോഷം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കാൻ ഇന്ന് പകലിൽ നിങ്ങളെ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്ക് നേരുന്നു. ഗോഡ് ബ്ലെസ് യു.